മധുരയിൽ മുരുകഭക്ത മഹാസംഗമത്തിൻ്റെ ഭാഗമായി സ്കന്ദഷഷ്ഠി കവചം നടന്നു. ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ, മുൻ അധ്യക്ഷൻ അണ്ണാമലൈ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ജനത തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഉറക്കെ പറയുന്നതാണ് മുരുകഭക്ത മഹാസംഗമമെന്ന് അണ്ണാമലൈ പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നു മധുരയിൽ നിന്ന് തത്സമയം. അരുൺ, ഒരു മഹാനുഭവം, ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു മഹാസംഗമം, മുരുകഭക്ത സംഗമം ജനസാഗരം തന്നെ തീർത്തിരിക്കുന്നു. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു. അരുൺ, ഇപ്പോഴും ഈ സംഗമം തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഈ സംഗമം ഏതായാലും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പരിപാടിയിലേക്ക് എത്തിയ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ പറഞ്ഞു വെച്ചൊരു വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു മുരുകഭക്തരുടെ മഹാസംഗമം അത് ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ വിധമായിരിക്കും പറയുക. അതായത് ഈ മുരുകഭക്ത സംഗമത്തിന് മുൻപും മുരുകഭക്ത സംഗമത്തിന് ശേഷവും എന്ന രീതിയിലായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്ന് ഈ മധുരയിൽ വലിയ ഭക്തരുടെ മഹാസംഗമം നടന്നത് എന്നുള്ളതാണ്. ഈ മധുരയിലെ വണ്ടിയൂർ ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിരുന്നു ഈ മുരുകഭക്തരുടെ മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ, ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പരിപാടി സ്ഥലത്തേക്ക് പോയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിൽ മുരുകഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഏകദേശം രാവിലെ ഒരു 6 മണി 7 മണിക്കൊക്കെ ആളുകൾ ഇങ്ങനെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ എത്തി നിൽക്കുകയായിരുന്നു. വലിയ അത്ഭുതമായിരുന്നു. നമുക്ക് കേരളത്തിലൊക്കെ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസികളുടെ ആണെങ്കിലും ഒക്കെ പരിപാടികൾ നമ്മൾ പല ഇടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന ഒരു പരിപാടിക്ക് രാവിലെ 6 മണിക്കും 7 മണിക്കൊന്നും ആളുകൾ വന്ന് നിൽക്കുന്നതായിട്ട് പലയിടത്തും നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അത്തരത്തിലൊരു 6 മണി 7 മണി മുതൽ തന്നെ മുരുകഭക്തർ ഈ പരിപാടി സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നീട് ശക്തമായ വെയിലായിരുന്നു. കേരളത്തിൽ വേനൽക്കാലത്തുണ്ടാകുന്ന തരത്തിലുള്ള ഒരു കടുത്ത വെയിലായിരുന്നു മധുരയിൽ ഇന്ന് അനുഭവപ്പെട്ടത്. അത്തരത്തിലുള്ള വെയിലിനെ അവഗണിച്ചുകൊണ്ടും മുരുകഭക്തർ ലക്ഷങ്ങൾ ഇങ്ങനെ ഉച്ച വെയിലത്തൊക്കെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു 3 മണിയോടുകൂടെ വെയിൽ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും മുരുകഭക്തർക്കൊക്കെ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്നൊരു പക്ഷേ ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 3 മണിക്ക് ശേഷം കാലാവസ്ഥ പെട്ടെന്ന് മാറുകയായിരുന്നു. വലിയ രീതിയിൽ അന്തരീക്ഷം തണുത്തു. ചെറിയ ചാറ്റൽ മഴ വരെ ഈ മധുരയിൽ ഇന്ന് പെയ്തു എന്നുള്ളതാണ്. ഏതായാലും ലക്ഷക്കണക്കിന് ആളുകളാണ്, മുരുകഭക്തരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മധുര നഗരത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ, അതായത് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് മലയാളികളെ ഇവിടെ നമുക്ക് ഈ മുരുകഭക്ത സംഗമത്തിന് ഇന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ, പരിപാടി 3:30 ആരംഭിച്ച് ആദ്യം മുരുകഭക്തർ പല തരത്തിലുള്ള പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, നൃത്തങ്ങളും ഈ തമിഴ്നാട്ടിലേതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങളും മറ്റുമൊക്കെ വേദിയിൽ അവതരിപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിനിടയ്ക്ക് പിന്നീട് ഈ പരിപാടിയിലെ സംഘാടകർ ഓരോരുത്തരായി സംസാരിക്കുന്നതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ആദ്യം ഹിന്ദു മുന്നണിയുടെ സംസ്ഥാന അധ്യക്ഷനായ കാടേശ്വര സുബ്രഹ്മണ്യം അദ്ദേഹമായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ച് തുടങ്ങിയത് ഈ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ, DMK സർക്കാരായ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും മറ്റും ഉണ്ടായി. തുടർന്ന് കോടതിയെ സമീപിച്ചാണ് അനുകൂലമായിട്ടൊരു തീരുമാനമുണ്ടാവുകയും പിന്നീട് ഈ പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരവസരം ലഭിച്ചത് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചതെന്നുള്ളതാണ്. അദ്ദേഹത്തിന് പിന്നാലെ പ്രധാനമായി സംസാരിച്ചത് ഈ തമിഴ്നാട്ടിലെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിലായിരുന്നു: ഒരു ജനത തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഉറക്കെ പറയുന്നതാണ് ഈ മുരുകഭക്ത മഹാസംഗമം എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ചിലർക്ക് പ്രശ്നമാണ്. എന്നാൽ ആ ഓപ്പറേഷൻ സിന്ദൂരിൽ ഏത് തരത്തിലാണോ ഭാരതം
ഈ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചത്, മതം നോക്കിയുള്ള ഭീകരവാദത്തിനെതിരെ തിരിച്ചടിച്ചത്, അത്തരത്തിൽ തന്നെ തമിഴ്നാട്ടിൽ തങ്ങൾ നൽകുന്ന ഒരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതം പ്രതികരിച്ചതുപോലുള്ള ഒരു പ്രതികരണമാണ്, ഹിന്ദുക്കളുടെ ഒരു പ്രതികരണമാണ് ഈ ഒരു മുരുക ഭക്തരുടെ മഹാസംഗമം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല മുരുക ഭക്തരായി സമ്മേളനത്തിലെത്തിയവരൊക്കെ വീരബാഹുവായി വേണം മടങ്ങിപ്പോവാനെന്നും ക്ഷേത്രങ്ങളെ ചേർന്നുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് ഒരിക്കലും നശിക്കാതായി നിലനിൽക്കുന്നതെന്നും ആത്മീയം ചേർന്ന രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ മുരുകന് സമാധാനം ലഭിക്കുകയുള്ളൂ, മുരുകന് സമാധാനം ലഭിച്ചാൽ മാത്രമേ വിശ്വാസികൾക്കും സംസ്കാരത്തിനുമൊക്കെ സമാധാനം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഏതായാലും ഈ മുരുകഭക്ത സംഗമത്തിന് മുൻപും ശേഷവും എന്ന തരത്തിൽ അടയാളപ്പെടുത്തും എന്നുള്ളതായിരുന്നു പിന്നീട് സംസാരിച്ച ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ഉൾപ്പെടെ പറഞ്ഞത്. മാത്രമല്ല ഈ പവൻ കല്യാൺ കുറച്ചുകൂടെ രൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് ഈ DMK സർക്കാരിനെതിരെയും നിരന്തരം ഹൈന്ദവ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ഹൈന്ദവ ബിംബങ്ങളെയൊക്കെ കളിയാക്കുകയും അരുൺ, ഈ പവൻ കല്യാണിന്റെ സാന്നിധ്യമാണല്ലോ DMK സർക്കാരിനെ അലോസരപ്പെടുത്തിയത്. അതുകൊണ്ടാണല്ലോ എന്ത് വില കൊടുത്തും ഈ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് DMK സർക്കാർ പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ പ്രവർത്തകരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ഭക്തരുടെ പങ്കാളിത്തം അത് കുറക്കാൻ വേണ്ടിയാണല്ലോ വാഹന പാസ് ഏർപ്പെടുത്തിയത്. എന്തായാലും ഹൈക്കോടതി അനുകൂല വിധി ഈ സംഗമം വിജയിക്കാൻ കാരണമായി. മാത്രമല്ല, ഒരുപക്ഷെ ഈ ജനശക്തി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ഒരു സംഗമമേ പാടില്ല എന്ന ഒരു നിലപാടെടുക്കാൻ DMK സർക്കാർ തീരുമാനിച്ചത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു ശക്തി പ്രകടനം അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ചലനം സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഈ പവൻ കല്യാൺ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നുള്ളതിനെ വലിയ വിമർശനമായിട്ടായിരുന്നു DMKയും അതുപോലെ തന്നെ DMKയുടെ മറ്റ് സഖ്യകക്ഷികളൊക്കെ വലിയ രീതിയിൽ വിമർശനമായിട്ട് ഉന്നയിച്ചത് എന്നുള്ളതാണ്. പക്ഷേ പവൻ കല്യാൺ നല്ല കുറിക്ക് കൊള്ളുന്ന വാക്കുകളായിരുന്നു ഈ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിശ്വാസത്തിന് നാശമില്ല എന്നും അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ പുരക്ഷി തലൈവറാണ് മുരുകൻ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. മുസ്ലിമിന് മുസ്ലിമായിരിക്കാം, എന്നാൽ ക്രൈസ്തവർക്ക് ക്രൈസ്തവരായിരിക്കാം, പക്ഷേ ഹിന്ദുവായിരുന്നാൽ പ്രശ്നമാണ്, അവൻ മതവാദിയാണെന്ന് പറയും, അവൻ്റെ വിശ്വാസത്തെ കൊണ്ടാടാൻ അവന് അവകാശമില്ലാത്തൊരു സാഹചര്യമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നുൾപ്പെടെ DMKക്ക് നേരെ വലിയ ചോദ്യശരങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. മുരുകനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നവർ നിങ്ങൾ അറേബ്യയിൽ നിന്ന് വരുന്ന മതത്തെക്കുറിച്ച് എന്താ ഒന്നും ചോദിക്കാത്തത് എന്ന തരത്തിലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയുണ്ടായി. കൂടാതെ ഈ സ്കന്ദഷഷ്ഠി കവചത്തെ കളിയാക്കുന്നവർ ദൈവത്തെ കളിയാക്കുന്നു, സംസ്കാരത്തെ കളിയാക്കുന്നു, ചോദിച്ചാൽ ഇത് മതേതരത്വമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കെതിരെ പോരാടണമെന്നാണ് പവൻ പറഞ്ഞു വെച്ചത്. മുരുകൻ നേരിൽ വന്ന ഏതായാലും ഈ വിഷയങ്ങളിൽ പോരാടില്ല. അതുകൊണ്ട് തന്നെ മുരുകൻ്റെ ഉണർവുമായി ഓരോ മുരുക ഭക്തരും ഇത്തരം മുരുക വിശ്വാസങ്ങളെ, ഹൈന്ദവ ബിംബങ്ങളെ, ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ ഈ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതിലേക്കാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുരുക ഭക്തരുടെ ഈ മഹാസംഗമം DMKക്ക് വലിയ ദോഷം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസം നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഈ ആളുകളുടെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊരു 80% ആളുകളും ഹൈന്ദവ വിശ്വാസികളാണെന്നുള്ളതാണ്. അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസികൾ കൂടുതലായിട്ടുള്ള ഒരു ഇടമാണ് തമിഴ്നാട് എന്നിരിക്കെ ഇവിടെ മുരുക ഭക്തരാണ് അതിൽ ഏറ്റവും അധികമുള്ളത്. ആ മുരുക ഭക്തരുടെ വികാരങ്ങൾ നിരന്തരം വ്രണപ്പെടുത്തുന്ന നടപടികളാണ് DMK സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് ഏതായാലും കൃത്യമായിട്ട് തന്നെ ഒരു മറുപടി എന്നുള്ളത് കൂടെയായി മാറുകയാണ് ഈ മുരുക ഭക്തരുടെ മധുരയിലെ സംഗമം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള, അതായത് രാഷ്ട്രീയത്തിലുപരി വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചെയ്തികൾ വലിയ മനപ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ പറഞ്ഞു വെച്ച ഈ ഉദ്ഘാടകനും മറ്റുമൊക്കെ ഈ പരിപാടിയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് ഈ മധുരയിലെ മുരുകഭക്ത സംഗമത്തിന് ശേഷം മുൻപ് എന്ന തരത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മധുരയിലെ മുരുകഭക്ത മഹാസംഗമം സനാതനധർമ്മത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന
DMK സർക്കാരിനെതിരെയുള്ള ശക്തി പ്രകടനമായി മാറിയിരിക്കുന്നു. ഈ മുരുകഭക്ത മഹാസംഗമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്കന്ദ ഷഷ്ഠി കവചം, അതിലേക്ക് പോകുന്നു. ാണ് പങ്കെടുത്തത്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂരാണ് തത്സമയ വിവരങ്ങൾ, ഇന്ന് ഈ ദിവസം മുഴുവൻ തത്സമയ വിവരങ്ങൾ നൽകിയത്.